ഹല്ലേലൂയ. എല്ലാവർക്കുമുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ ദൈവത്തിൽ അറിയിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ലോക ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിച്ച ഒരു വിധിയെക്കുറിച്ച്, ജഡ്ജ്മെന്റിനെ സംബന്ധിച്ചിട്ടുള്ള സന്ദേശം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജഡ്ജസ്, ന്യായാധിപന്മാർ പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ചില രോഗങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സൗഖ്യങ്ങളെക്കുറിച്ചും ചിലരുടെ വിജയത്തെക്കുറിച്ചും ഒക്കെ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ലോക ചരിത്രത്തിൽ, മാനവരാശിയുടെ ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായൊരു വിധി സംഭവിക്കുകയുണ്ടായി. ആ വിധി നാമുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താ, അതുകൊണ്ട് നമുക്കെന്താണ് കാര്യമുള്ളത്? പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഈ സന്ദേശത്തിന് മുമ്പ് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളുടെ ശാരീരിക, മാനസിക, ആത്മമണ്ഡലങ്ങളിൽ, ഞങ്ങളുടെ ഭൗമിക മേഖലകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സകല അടിമത്തങ്ങൾ ഞങ്ങളെ വിടിവെക്കുന്ന യേശുവിൻ്റെ ദിവ്യശക്തിക്കായി സ്തോത്രം. ദൈവവചനം വ്യാഖ്യാനിപ്പാൻ, അത് ഗ്രഹിപ്പാനുള്ള കൃപയും ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ വചനം അങ്ങയോളം ശക്തിയുള്ളതാകയാൽ ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം വചനത്തിന് ചെയ്യാൻ പറ്റും എന്നുള്ളതിനാൽ ഞങ്ങളുടെ ഈ സന്ദേശം കേൾക്കുന്നവരുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇത് വ്യത്യാസത്തിനും വിടുതലിനും അനുഗ്രഹത്തിനും സൗഖ്യത്തിനും കാരണമാക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ചിന്തകൾക്ക് ആധാരമായി അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 33-ാം വാക്യവും 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളും ഞാൻ വായിക്കുന്നു. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തതാണ്. യേശു കർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ജീവകാലഘട്ടത്തിലായിരുന്നപ്പോൾ താൻ അഭിമുഖീകരിച്ച വലിയ കഷ്ടതയുമായി ബന്ധപ്പെട്ട് കർത്താവിനെ സംബന്ധിച്ച് തനിക്ക് ന്യായം കിട്ടിയിട്ടില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും 1 പത്രോസിന്റെ ലേഖനത്തിൽ നിന്നും വായിച്ചത്. യേശു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. യേശു നമുക്ക് പകരമായി മരിച്ചു. എന്തിനു വേണ്ടിയൊക്കെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്? വേദപുസ്തകം പറയുന്നു, നമ്മുടെ നീതീകരണത്തിനായി യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു. നമ്മുടെ പാപപരിഹാരത്തിനായി യേശു നമ്മുടെ പാപം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമുക്ക് പകരക്കാരനായി മരിച്ചു. നമ്മുടെ രോഗസൗഖ്യത്തിനായി യേശു നമുക്ക് പകരം മരിച്ചു. അതാണ് 1 പത്രോസ് 2-ാം അധ്യായം പറയുന്നത്. അടിപിണരുകളാൽ ദൈവം നമ്മെ സൗഖ്യം വരുത്തിയിരിക്കുകയാണ്. 1 പത്രോസിന്റെ ലേഖനം തന്നെ 2-ാം അധ്യായം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് നാം മടങ്ങി വരേണ്ടതിന് യേശു നമുക്ക് പകരക്കാരനായി മരിച്ചു. ഉൽപ്പത്തി പുസ്തകം ആരംഭ അധ്യായങ്ങളിൽ ലംഘനം, പാപം, അനുസരണക്കേട് കാണിച്ച് ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്തായ ആദമിനും ഹവ്വയ്ക്കും ദൈവം ആദമിനും ഹവ്വയ്ക്കും നൽകിയ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെടുകയും 3-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ദൈവം തോൽ കൊണ്ട് അവർക്കൊരു ഉടുപ്പുണ്ടാക്കി. തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ അവർ നഗ്നത മറയ്ക്കാൻ അവർ അത്തിയില കൊണ്ട് ഉടയാട ഉണ്ടാക്കിയപ്പോൾ, താൽക്കാലികമായൊരു ക്രമീകരണം വരുത്തിയപ്പോൾ, അതൊരു ദിവസത്തേക്ക് മാത്രമുള്ളതാണ്. എന്നും ഒരു അധ്വാനമുണ്ട്. എന്നാൽ സ്ഥായിയായൊരു ക്രമീകരണം എന്ന നിലയിൽ അവർക്ക് പകരമായി അവരുടെ നഗ്നത മറയ്ക്കാൻ ദൈവം ഒരാടിന്റെ തോല് ഉപയോഗിച്ച് അവർ നഗ്നത മറച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അബ്രഹാം തന്റെ മകൻ ഇസഹാക്കിനെ യാഗം കഴിപ്പാൻ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മോറിയ ദേശത്ത് ദൈവനെ കാണിച്ച മലമുകളിലേക്ക് പോകുമ്പോൾ, ഇസഹാക്കിന് പകരമായി ദൈവം കൊമ്പ് കാട്ടിൽ കുരുങ്ങിയ ഒരു ആട്ടിൻകുട്ടിയെ പകരമായി നിയമിച്ചു, അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തു എന്ന് കാണാൻ കഴിയും. ലേവ്യ പുസ്തകം
17-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമുക്ക് പ്രായശ്ചിത്തമായി പകരമായി രക്തത്തിന് കഴിയും, രക്തം ചിന്തിയാൽ പ്രായശ്ചിത്തം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൽപ്പന കൊടുത്തിട്ടുണ്ട്. ലേവ്യ 17:10 ഇസ്രായേലിനോട് ഇസ്രായേലിൽ പാർക്കുന്ന പരദേശികളുമായി ബന്ധപ്പെട്ട് ദൈവം കൊടുത്ത കൽപ്പനയിൽ ഒരു കൽപ്പന ഇതായിരുന്നു: നിങ്ങൾ രക്തം ഭക്ഷിക്കാൻ പാടില്ല. കാരണം ലേവ്യ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ദൈവം ഇസ്രായേലിന് കൊടുക്കുന്ന കൽപ്പനയിൽ പറയുന്നുണ്ട്, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. അതുകൊണ്ട് നിങ്ങളോ നിങ്ങളിലെ പരദേശികളോ രക്തം ഭക്ഷിക്കരുത്. ഇത് യഹോവയാം ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു. പറഞ്ഞു വരുന്നത്, നമുക്ക് പകരക്കാരനായി, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന്, നമ്മുടെ നീതീകരണത്തിനായി, നമ്മുടെ രോഗസൗഖ്യത്തിനായി, ആത്മാക്കളുടെയും അധ്യക്ഷനുമായെങ്കിലേക്ക് നാം മടങ്ങി വരുവാൻ കാരണമായി യേശു നമുക്ക് പകരമായി കാൽവറിയിൽ നമുക്ക് പകരമായി മരിച്ചു. പഴയ നിയമത്തിന്റെ ചില നിഴലുകളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്, ചില ചിത്രീകരണങ്ങൾ, ഉദാഹരണങ്ങൾ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 33-ാം വാക്യവും പറയുന്നു, യേശുവിന് അവന്റെ താഴ്ചയിൽ ന്യായം ലഭിച്ചില്ല. അതാ ഞാൻ ഈ മെസ്സേജിന്റെ ആരംഭത്തിലേ പറഞ്ഞത്. തന്റെ മരണവുമായി ബന്ധപ്പെട്ട് കർത്താവിനെ വിസ്തരിച്ച കോടതികളുണ്ട്. മാറി മാറി മതകോടതിയിലും സിവിൽ കോടതിയിലും യേശു കർത്താവ് വിസ്തരിക്കപ്പെടുകയുണ്ടായി. അന്നത്തെ മഹാപുരോഹിതന്മാരുടെ കോടതിയിൽ, അന്നത്തെ രാജാവിന്റെ മുമ്പിൽ, അന്നത്തെ പരമോന്നത ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ, ന്യായാധിപനായിരിക്കുന്ന പിലാത്തോസിന്റെ മുമ്പിലൊക്കെ യേശു മാറി മാറി വിസ്തരിക്കപ്പെട്ടു. ഈ വിസ്താരമെല്ലാം കഴിഞ്ഞ് അന്ന് തനിക്ക് വധശിക്ഷ വിധിച്ച പിലാത്തോസ് എന്ന് പറയുന്ന ന്യായാധിപൻ, തന്നെ കുറിച്ച് പറയുന്നത് താന് റോമൻ ഗവർണറായിരുന്നു. അപ്പോൾ തന്നെ യഹൂദയുടെയും കൂടെ ഗവർണറായി, അങ്ങനെ വ്യത്യസ്തമായ നിലവാരത്തിൽ തന്റെ അധികാരം കൈയാളിയിരുന്ന, തന്റെ വാക്കിന് മീതെ മറ്റൊരു വാക്ക് പറയാൻ ആരുമില്ലാതിരുന്ന പിലാത്തോസ് ജഡ്ജ്മെന്റ് സീറ്റിലും യേശു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കോടതിയിൽ പിലാത്തോസിന്റെ വായിൽ നിന്ന് മിനിമം 3 തവണ ജനങ്ങൾക്ക്, തനിക്കെതിരെ വാദിച്ചവർക്കൾക്ക് പരസ്യമായി താൻ പറയുകയുണ്ടായി, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 38-ാം വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം നാം പഠിച്ചു വരുന്നതെങ്കിൽ പ്രാരംഭത്തിൽ ആദ്യമായി പിലാത്തോസ് യേശുവിനെ കുറിച്ച് തന്റെ ജഡ്ജ്മെന്റ് സീറ്റിലിരുന്ന് തന്റെ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് പ്രസ്താവന പറയുകയാണ്. യോഹന്നാൻ 19:4 വരുമ്പോൾ പിന്നെയും പിലാത്തോസ് പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ ശബ്ദകോലാഹലങ്ങൾ ഈ പ്രതിയായിരിക്കുന്ന നിങ്ങൾ പറയുന്ന കർത്താവിനെതിരെ ഉന്നയിച്ചാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 19:6 വരുമ്പോൾ ഈ യേശുവിനെ കുറിച്ച് പിലാത്തോസ് 3ാമതും പറഞ്ഞു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. നിങ്ങൾ ഇതുവരെയും ഇങ്ങനൊരു ചരിത്രം കേട്ടിട്ടുണ്ടോ? അനേക കോടതികളിൽ മാറി മാറി വിസ്തരിക്കപ്പെട്ട ഒരു പ്രതിയുമായി ബന്ധപ്പെട്ട് പരമോന്നത കോടതിയിലെ ന്യായാധിപൻ അദ്ദേഹത്തിന്റെ അവസാനത്തെ ജഡ്ജ്മെന്റിൽ 1 തവണയല്ല 3 തവണ മാറി മാറി പറയുകയാണ്, ഞാൻ നിങ്ങൾ ആരോപിക്കുന്ന പ്രതിയിൽ ഒരു കുറ്റവും കാണുന്നില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ജഡ്ജിക്ക് ഈ പ്രതിയായി കോടതിയിലെത്തപ്പെട്ട യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ടി വന്നു. ഇതാ ഞാൻ പറഞ്ഞത്, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ശിക്ഷാവിധി ഈ കോടതി നടപ്പാക്കുകയാണ്. എന്തിനു വേണ്ടി? അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, നമുക്ക് പകരക്കാരനായി യേശു കാൽവറിയിൽ മരിച്ചു. പഴയ നിയമത്തിൽ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന്, പ്രായശ്ചിത്തത്തിന്. നമ്മുടെ മാംസത്തിൽ ജീവൻ ഉൾപ്പെട്ട് നിൽക്കുന്ന രക്തത്തിലായതിനാൽ രക്തം കൊണ്ട് പരിഹാരം വരുത്തുവാൻ കഴിയുമെന്ന് പഴയ നിയമ പുസ്തകത്തിൽ, ലേവ്യ പുസ്തകത്തിൽ തന്നെ യഹോവയാം ദൈവം കൽപ്പന കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അന്നത്തെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് ഒരാൾ കുറ്റക്കാരനല്ലെന്ന് ജഡ്ജിന്, അന്നത്തെ പരമോന്നത നീതിന്യായ കോടതിയുടെ അധ്യക്ഷനായ ന്യായാധിപന് മനസ്സിലായിട്ടും യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 38-ാം വാക്യത്തിലും 19:4-ലും 19-ാം അധ്യായം 6-ാം വാക്യത്തിലും 3 തവണ പിലാത്തോസ് എന്തുകൊണ്ടാണ് ജനം കേൾക്ക പറഞ്ഞത്, ഞാൻ ഇവരിൽ ഒരു കുറ്റവും കാണുന്നില്ല? ഇതിനൊരു കാരണമുണ്ട്. അന്നത്തെ രീതി അനുസരിച്ച് ന്യായാധിപൻ ഇങ്ങനൊരു പ്രസ്താവന മുഴക്കിയ, ഇങ്ങനൊരു പ്രസ്താവന ഉച്ചത്തിൽ ഈ ജനക്കൂട്ടത്തോടും അല്ലെങ്കിൽ അവിടെ വിസ്തരിക്കുവാൻ നിൽക്കുന്നവരോടും അറിയിച്ചാൽ
മനസ്സുള്ള ഏതെങ്കിലും ഒരാൾക്ക് വന്ന് ന്യായാധിപന്റെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയെ ജാമ്യത്തിൽ കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ അന്നത്തെ ജനസമൂഹം, മഹാപുരോഹിതന്മാർ, സ്വാധീനിക്കപ്പെട്ട ശാസ്ത്രിമാരാലും പരീശന്മാരാലും യഹൂദ പരീക്ഷകളാലും സ്വാധീനിക്കപ്പെട്ട, അറുക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവർ മുമ്പ് മിണ്ടാതെ നിൽക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ പോലെ മൗനമായി നിൽക്കുന്ന യേശുവിനെ ഒരാൾ ജാമ്യം നിൽക്കേണ്ട സ്ഥാനത്ത് അന്ന് കൊലശിക്ഷയ്ക്ക്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബറബാസ് എന്ന് പറയുന്ന മനുഷ്യനെ പകരക്കാരനായി ഈ ജനക്കൂട്ടം ചോദിക്കുകയുണ്ടായി. പറഞ്ഞു വരുന്നത്, അപൂർവങ്ങളിൽ അപൂർവമായ ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഈ വിധി നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ നീതീകരണത്തിനും നമ്മുടെ രോഗസൗഖ്യത്തിനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ദൈവവുമായുള്ള ബന്ധം മടക്കി തരുവാനും ഈ ഒരു വിധി കാരണമായി തീർന്നു. അപൂർവങ്ങളായ ഈ വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പിലാത്തോസ് തൻ്റെ തീരുമാനങ്ങൾക്ക് തെറ്റുപറ്റാൻ ഒരിക്കൽ ഇടയാവരുതെന്ന് വിചാരിച്ച് തൻ്റെ മനസാക്ഷി അനുസരിച്ച് കർത്താവിനെ ഗലീലക്കാരനെന്ന ഒരു പദം ഇവർ ആരോപിക്കുമ്പോൾ, അന്ന് ഗലീല ഗവർണറായിരുന്ന ഹെരോദാവ് ജെറുസലേമിൽ തൻ്റെ വേനൽക്കാല വസതിയിൽ പാർക്കുന്നു എന്ന് അറിവ് ലഭിച്ചതിനാൽ പിലാത്തോസിന്റെ കോടതിയിൽ നിന്ന് യേശുവിനെ ഹെരോദാവിന്റെ അധികാരത്തിൽ കോടതിയിലേക്ക് പിലാത്തോസ് അയക്കുന്നുണ്ട്. ഹെരോദാവും പടയാളികളും യേശുവിനെ വളരെയധികം അപമാനിച്ച് ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് മടക്കി അയച്ചു. പക്ഷേ ലൂക്കോസ് 23:14-15 വാക്യങ്ങൾ പറയുന്നു, ഹെരോദാവും യേശുവിൽ ഒരു കുറ്റവും കണ്ടില്ല. വീണ്ടും ആവർത്തിക്കുകയാണ്, അപൂർവമായ ന്യായമില്ലാത്തൊരു വിധി പ്രഖ്യാപിച്ച ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഈ വിധി നിമിത്തം കാൽവറിയുടെ കൊലമരത്തിൽ യേശു മരിച്ചു. യേശുവിന്റെ മരണം ഒരു പ്രായശ്ചിത്ത മരണമായിരുന്നു. അത് ഇന്ന് ഈ സ്ക്രീനിന് മുമ്പിൽ എന്നെ കേൾക്കുന്ന നമ്മെ സംബന്ധിച്ച്, നമ്മുടെ തലമുറയെ സംബന്ധിച്ച്, നമ്മുടെ നന്മയെ സംബന്ധിച്ച്, നമ്മുടെ പാപപരിഹാരത്തിനായി, നമ്മുടെ നീതീകരണത്തിനായി, നമ്മുടെ രോഗസൗഖ്യത്തിനായി, നമ്മുടെ ആത്മാക്കളുടെയും അധ്യക്ഷനുമായെങ്കിലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരുവാൻ യേശുവിന്റെ മരണ അടക്ക ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് കഴിയുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ ഇങ്ങനൊരു ഏറ്റുപറച്ചിൽ നടത്തുകയുണ്ടായി, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുക്കും. ക്രൂശിൽ അനുദപിച്ച കള്ളൻ, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 41-ാം വാക്യത്തിൽ സമശിക്ഷാവിധിയിലകപ്പെട്ട മറ്റേ കള്ളനോട് ഇങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ നടത്തി, നാം ന്യായമായ ഒരു കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുമ്പോൾ യേശുവിനെ നോക്കി ഒരു പരാമർശം പറഞ്ഞു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. യേശുവിനെ കൽവറിയുടെ കൊലമരത്തിൽ ക്രൂശിക്കുമ്പോൾ അന്ന് അതിന് ഉത്തരവാദിത്തമുള്ള ടീമിന്റെ ക്യാപ്റ്റൻ ശതാധിപൻ കർത്താവിനെ സംബന്ധിച്ചിട്ട് ഇങ്ങനൊരു വലിയ പരാമർശം നടത്തുകയുണ്ടായി. ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ഏറ്റുപറച്ചിൽ നടത്തി, ഈ മനുഷ്യൻ ദൈവപുത്രൻ ആയിരുന്നു. ശത്രുക്കളെ സ്നേഹിച്ചു പ്രാർത്ഥിക്കുന്നത്, ക്രൂശിലെ സഹനവും ക്ഷമയും, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും, അമ്മ മറിയെ യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതും, യോഹന്നാനോട് എൻ്റെ അമ്മയെ നോക്കിക്കൊള്ളണമെന്ന് ഉള്ള തൻ്റെ കരുതലുമെല്ലാം കണ്ട് ഇത്രമാത്രം ഒരു മനുഷ്യ സ്നേഹിയായി മറ്റുള്ളവരെ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ ആ നല്ല സ്വഭാവം ക്രൂശിൽ കണ്ടിട്ട് ശതാധിപൻ പറഞ്ഞു, അവനൊരു നീതിമാനായിരുന്നു. തൻ്റെ ഏറ്റുപറച്ചിൽ ഇങ്ങനെയായിരുന്നു, വാസ്തവമായും അവനൊരു നീതിമാനായിരുന്നു. ഞാൻ ഈ സന്ദേശം കൊണ്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ഗവർണറായിരുന്ന പിലാത്തോസും അവന്റെ ഭാര്യയും രാജാവായിരുന്ന ഹെരോദാവും ശതാധിപനും അനുദപിച്ച കള്ളന് ഒറ്റിക്കൊടുത്ത യൂദയും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്, യേശു കുറ്റമില്ലാത്തവൻ. അതാണ് ഞാൻ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ ആരംഭത്തിലേ വായിച്ചത്. യേശു പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ട് അവൻ പകരം ശകാരിച്ചിട്ടില്ല, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ യേശു പിതാവാം ദൈവത്തിങ്കൽ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടിയില്ല എന്ന് വേദപുസ്തകം പറയുന്നു. യേശു നമുക്ക് പകരക്കാരനായി മരിച്ചു. യേശു നമ്മൾക്ക് പകരക്കാരനായി ശിക്ഷാവിധി ഏറ്റെടുത്തു. നമുക്ക് ജീവൻ നൽകുവാൻ മാത്രമല്ല, നമ്മുടെ കൂടെ
നിത്യയുഗങ്ങളാൽ എന്നും പാർക്കാൻ, നമ്മോട് കൂടെ ഒരുമിച്ച് താമസിക്കാനും കൂടി കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് വെളിപ്പാട് 21:3 പറയുന്നത്. മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവനവരോടുകൂടെ വസിക്കും, അവർ തന്റെ ജനവും താൻ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. വരാൻ പോകുന്ന നിത്യതയുടെ വാസത്തെ കുറിച്ച് പറയുന്നു. യേശു കർത്താവ് നമുക്ക് പകരക്കാരനായി മരിപ്പാൻ അപൂർവമായ ഈ വിധി കാരണമായി തീർന്നു. ഇത് യാദൃശികമായി സംഭവിച്ചതല്ല. താഴ്ചയിൽ ന്യായം കിട്ടാത്തവൻ, ശകാരിക്കപ്പെട്ടവൻ, കഷ്ടം സഹിച്ചവൻ, നമുക്കായി പകരം മരിച്ചവൻ, നമ്മോടുകൂടെ പാർക്കാൻ ആഗ്രഹിക്കുന്ന നല്ല ദൈവമാണ്. അത് യേശുവാണ്. ഈ രക്ഷ സ്വായത്തമാക്കുവാൻ കർത്താവിനോടുകൂടെ ഈ ലോകത്തിൽ കർത്താവിൻ്റെ സമാധാനവും സന്തോഷം അനുഭവിക്കാൻ മാത്രമല്ല, നമ്മുടെ മരണാനന്തര ജീവിതമല്ല, കർത്താവിൻ്റെ രണ്ടാം വരവ് സംഭവിച്ചാൽ കാഹളധ്വനിയെങ്കിൽ നാം രൂപാന്തരപ്പെട്ടാൽ, അല്ലെങ്കിൽ മരണശേഷം നാം ആ കർത്താവിനോടുകൂടി ചേർക്കപ്പെട്ടാൽ, അവിടെയും നമുക്ക് ശാശ്വതമായ അനുഗ്രഹങ്ങളും സമാധാനവും കർത്താവിൻ്റെ സഹിത്വവും നമുക്ക് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ദൈവവേദനെ സംബന്ധിച്ചിട്ടുള്ള അനുഗ്രഹമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിന് മുമ്പിൽ അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. താഴ്ചയിൽ ന്യായം കിട്ടാത്ത ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പകരമായി മരിച്ച യേശുവേ, ഞങ്ങളുടെ നീതീകരണം, പാപപരിഹാരം, രോഗസൗഖ്യം, ദൈവമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധമെല്ലാം സാധ്യതമാക്കുവാൻ യേശു ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾക്ക് ശുദ്ധീകരണമുണ്ട്, നീതീകരണം, വിശുദ്ധീകരണമുണ്ട്. രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അങ്ങയിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ സഹായിക്കും. സ്ക്രീനിന് മുമ്പിൽ ഈ സന്ദേശം അപൂർവമായി ഈ വ്യത്യസ്തമായ വിധിയിൽ ഞങ്ങൾക്ക് സംഭവിച്ച അനുഗ്രഹം സ്വായത്തമാക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. കർത്താവിന്റെ ജീവൻ ഞങ്ങളിലേക്ക് ദൈവം പകരണമേ. രോഗികളെ സൗഖ്യമാക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.